കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की नाम की महिमा हो जाए। ദൈവമക്കളുടെ കൂടെ ഒരിക്കൽ കൂടെ ഇപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനമായിട്ടായിരിക്കുവാൻ ദൈവം ഇടയാക്കാൻ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. परमेश्वर के लोगों के साथ एक और बार परमेश्वर के जीवित वचन के साथ आपके साथ आने के लिए परमेश्वर ने जीवन में जो मौका दिया उसके लिए मैं परमेश्वर का शुक्रगुजार करता हूँ। പരമേശ്വർ കർത്താവിന്റെ ദാസൻ വെളിയിൽ ദൈവത്തിന്റെ വേലയിൽ പകൽപൂരിലായിരിക്കുന്നല്ലോ. നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവദാസന്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, ആമേൻ, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും അതുപോലെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. परमेश्वर का दास पास्टर वीओ वर्गीस सभी भगलपुर की जगह में परमेश्वर का सेवकाई कर रहे हैं। उनके लिए हम परमेश्वर के सामने उनके लिए हम धन्यवाद करें। उनके परिवार के लिए, बच्चों के लिए, आए हुए सभी भाई बहन और बच्चे सभी लोगों को मसीह वंदना। നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം നമുക്ക് വായിക്കണ്ട. കാരണം ഞാനൊരു വലിയ ഒരു പാസേജാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതായ ഒരു പാസേജാണ്. നമ്മൾ ഒരുമിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതുമായ വാക്യങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ ആ വാക്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. ആ വാക്യങ്ങളിൽ നിന്നും ചില പോയിന്റുകൾ പറയുവാൻ ഉണ്ടെങ്കിലും ഒരു പോയിന്റെങ്കിലും ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. आज सुबह का मनन के लिए हम परमेश्वर के वचन की ओर जाएंगे। एक लंबा सा पैसेज होने की वजह से हम सारे वचन नहीं पढ़ेंगे, एक दो वचन हम पढ़ेंगे और केवल एक दो विषय पर हम ध्यान रखेंगे। യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായം 35 മുതൽ അതിന്റെ അവസാനം വരെയുള്ള 51 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. आज सुबह का समय हम यूहन्ना का इंजिल उसका पहला अध्याय का 35वें वचन से आखिरी वचन तक हम ध्यान करेंगे। അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും ഇന്ന് നിങ്ങളോട് ദൈവം എന്നോട് പറയാൻ പറഞ്ഞ ഒരു കാര്യം മാത്രം പറഞ്ഞ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി പ്രസംഗത്തെ അവസാനിപ്പിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. वहां पे हमें सीखने के लिए बहुत सारी बातें हैं, लेकिन परमेश्वर ने जो बात मुझे आप तक पहुंचाने के लिए जो मेरे हाथ में दिया है, केवल उसी के बारे में हम ध्यान कर मैं परमेश्वर के सम्मुख बैठना चाहता हूँ। അവിടെ നമുക്ക് പല പല ആളുകളുടെ പേരുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നത് യോഹന്നാൻ സ്നാപകനാണ്. രണ്ടാമത് നമുക്ക് वहां हम बहुत सारे लोगों का नाम देख सकते हैं। सबसे पहले बपतिस्मा देने वाला यूहन्ना के बारे में हम देखते हैं। രണ്ടാമതായി അന്ത്രയോസിനെ പറ്റി കാണാൻ കഴിയുന്നുണ്ട്. दूसरा हम अंद्रियास के बारे में देखते हैं। അതിനുശേഷം പത്രോസിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. फिर हम पतरस के बारे में देखते हैं। അതിനുശേഷം ഫിലിപ്പോസിനെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. उसके पश्चात फिलिपुस के बारे में देखते हैं। പിന്നീട് നഥനയേലിനെ പറ്റി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. उसके बाद हम नतनिएल के बारे में देखते हैं। തീർച്ചയായും അവിടെ നമ്മുടെ രക്ഷകനായ യേശുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു. और हमारा यीशु मसीह के बारे में भी वहां उल्लेख किया गया है। ആ വാചകങ്ങളിലേക്ക്, ആ വാക്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. उन वचनों को जब हम ध्यान पूर्वक देखेंगे तो हम एक बात को समझ सकते हैं। ഈ ആളുകളെല്ലാം യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. ये सारे लोग यीशु मसीह के पास आ रहे हैं। ആദ്യത്തെ ആളായ യോഹന്നാൻ സ്നാപകൻ യേശു ദൈവപുത്രനാണെന്നും മശിഹയാണെന്നും മനസ്സിലാക്കുന്നത് അതിന്റെ 30 മുതലുള്ള 1-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ മനസ്സിലാക്കാൻ ഇടയായി തീർന്നത് ഒരു വലിയ ദർശനത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ വെളിപ്പാടോടുകൂടിയാണ്. സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ആരുടെ മുകളിൽ വന്നിരിക്കുമോ അവനാകുന്നു വരുവാനുള്ളവൻ എന്ന് ഒരു വെളിപ്പാടിൽ കൂടിയാണ് യോഹന്നാൻ സ്നാപകനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. सबसे पहले 30वें वचन से जब हम देखते हैं तो बपतिस्मा देने वाला यूहन्ना किस तरह से यीशु मसीह को पहचानता है कि वह परमेश्वर का पुत्र है, उसके बारे में लिखा है। एक बड़े दर्शन के द्वारा यूहन्ना को इस बात समझ आया था। स्वर्ग पे से पवित्र आत्मा जिसके ऊपर
एक कबूतर के रूप में आकर बैठेगा, वही परमेश्वर का पुत्र यीशु मसीह है करके जो एक दर्शन था, उस दर्शन के अनुसार ये बपतिस्मा देने वाला यूहन्ना यीशु मसीह को पहचानता है। എന്നാൽ അന്ത്രയോസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഗുരുവായിരുന്ന യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളാലാണ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. लेकिन जब हम अंद्रयास के बारे में देखते हैं तो उसका जो गुरु था यूहन्ना बपतिस्मा देने वाला, उसके द्वारा वो यीशु मसीह के पास तक पहुंचता है. അതിന്റെ താഴെ കാണുന്ന ശിമോൻ അല്ലെങ്കിൽ പത്രോസായി തീർന്ന ശിമോൻ, അദ്ദേഹത്തെ പറ്റി പറയുന്നത് തന്റെ സഹോദരനായ അന്ത്രയോസ് ആണ് തന്നെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. फिर हम शमौन पत्रस के बारे में देखते हैं तो वो यीशु मसीह के पास अपने भाई अंद्रयास के द्वारा आता है. പിന്നീട് നാം കാണുന്ന ഫിലിപ്പോസ് എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യൻ താൻ യേശുവിങ്കിലേക്ക് വരുന്നത് മറ്റാരും വിളിച്ചിട്ടല്ല, യേശു തന്നെ ഡയറക്റ്റ് തന്നെ ഫോളോ ചെയ്യുവാൻ വേണ്ടി പറയുന്നു. ഫിലിപ്പോസ് യേശുവിനെ ഫോളോ ചെയ്യുന്നതായി കാണുന്നു. फिर हम फिलिपस के बारे में जब हम देखते हैं तो फिलिपस को और किसी ने नहीं, यीशु स्वयं ने मेरे पीछे हो लो करके जो कहा, उसके पश्चात में फिलिपस यीशु मसीह के पीछे होने लगा. നഥനയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക വെളിപ്പാടൊന്നും കിട്ടിയില്ല, പ്രത്യേകമായ ഒരു ഗുരു തന്നെ വിളിച്ചില്ല. യേശുവിന്റെ അടുക്കൽ പോയി യേശുവിനെ മനസ്സിലാക്കിയ ഫിലിപ്പോസ്, ഒരുപക്ഷെ നാട്ടുകാരനായിരിക്കാം, കൂട്ടുകാരനായിരിക്കാം, ഫിലിപ്പോസ് വന്നിട്ട് നഥനയേലിനോട് യേശുവിനെ പറ്റി പറയുന്നു. അങ്ങനെ അദ്ദേഹം യേശുവിന്റെ അടുത്തേക്ക് വരുന്നതായി കാണുന്നു. जब हम नतनिएल के बारे में देखते हैं तो वहां पे नतनिएल को कोई दर्शन नहीं हुआ, किसी बड़े गुरु का चेला नहीं था, ऐसा कोई नहीं था. शायद उसका दोस्त या उसके सहवासी जो अंद्रयास था, फिलिपस था, वो उससे कहता है चल कर देख ले. तो इस तरह से वो उसका यीशु मसीह के साथ पहचान होता है. ഈ 5 പേരും യേശുവിന്റെ അടുക്കൽ വന്നു. ഇതിൽ നിന്നും എനിക്ക് പറയാനുള്ള ആദ്യത്തെ പോയിന്റ്, ये 5 तरह के लोग यीशु मसीह के पास आए. तो इनमें मैं सबसे पहला ये आपके सामने बताना चाहता हूँ. 5 പേരും യേശുവിന്റെ അടുക്കൽ വന്നു എന്നുള്ളത് ശരിയാണ്. വിവിധ സാഹചര്യങ്ങളിൽ കൂടിയാണ് അവർ യേശുവിന്റെ അടുക്കൽ വന്നത്. പക്ഷെ വന്നത് അവരെല്ലാവരും യേശുവിന്റെ അടുക്കൽ തന്നെയായിരുന്നു. ये 5 लोग भी अलग अलग परिस्थिति से, अलग अलग माध्यम के द्वारा ही यीशु मसीह के साथ उनका मुलाकात हुआ, लेकिन आए सभी लोग यीशु के ही पास. നമ്മൾ എങ്ങനെ യേശുവിന്റെ അടുക്കൽ എത്തി എന്നുള്ളതല്ല വിഷയം, നമ്മൾ വന്നത് ആരുടെ അടുക്കലാണ് എന്നുള്ളതാണ് വിഷയം. प्रियो, ये बात को याद रखें कि हम किस तरह से या किस माध्यम की वजह से यीशु मसीह के पास पहुंचे, ये महत्व की बात नहीं. महत्व की बात यह है कि हम यीशु मसीह के पास पहुंचे हैं. യോഹന്നാൻ സ്നാപകൻ ഒരു വലിയ വെളിപ്പാടും അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തന്നെ ഒരു വലിയ ദർശനം ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ ഉപയോഗിച്ചെന്നോ, മറ്റുള്ളവരെല്ലാവരും ചെറുതായതുകൊണ്ട് അവർക്ക് മറ്റുള്ള കാര്യങ്ങളിൽ കൂടിയാണ് വന്നതെന്നോ നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം വന്നതെല്ലാവരും യേശുവിന്റെ അടുക്കലാണ്. यूहन्ना बपतिस्मा देने वाले को एक बड़ा प्रकटीकरण हुआ या दर्शन पाया था. उस दर्शन की वजह से वो यीशु मसीह के पहचान में आया और बाकी लोग साधारण से लोगों के द्वारा आए. इसीलिए परमेश्वर के राज्य के लिए यूहन्ना बपतिस्मा देने वाला ज्यादा इस्तेमाल हुआ, ऐसा हम कभी नहीं बोल सकते हैं. सभी लोग यीशु मसीह के पास आए, यही बात का महत्व है. നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായ ഒരു സത്യമുണ്ട്. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് വലിയ ദർശനങ്ങളൊന്നും ലഭിച്ചില്ല പാസ്റ്ററെ, എനിക്ക് വലിയ വെളിപ്പാടുകളൊന്നും ലഭിച്ചില്ല. അനേകം ആളുകൾ വെളിച്ചം കണ്ടു എന്ന് പറയുന്നു, ചില ആളുകൾ കരണ്ട് അടിക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു, ചില ആളുകൾ ശബ്ദം കേട്ടു എന്ന് പറയുന്നു, ചില ആളുകൾക്ക് വലിയ വെളിപ്പാടുകൾ ദർശനങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചില ആളുകളെ വലിയ വലിയ ദൈവദാസന്മാർ ആണ് കർത്താവിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു. എനിക്ക് അങ്ങനെയുള്ള പാരമ്പര്യങ്ങളൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നതായി കാണുന്നുണ്ട്. हम ऐसे कई लोगों को देख सकते हैं जो कहते हैं पास्टर जी, मुझे परमेश्वर के साथ मुलाकात होने के लिए कोई एक बड़ा दर्शन या कोई बड़े गुरु, प्रचारक या ऐसे किसी लोगों के माध्यम से कोई बात मेरा पहचान नहीं हुआ है, न मेरे जीवन में ऐसा कोई करंट लग रहा है या ऐसा कोई अनुभव नहीं है यीशु मसीह के पास आने के लिए. ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സത്യം ഇതാണ്, നമ്മൾ ഏത് സാഹചര്യങ്ങളിൽ കൂടി കർത്താവിന്റെ അടുത്ത് വന്നു എന്നുള്ളതല്ല,
നമ്മൾ സത്യത്തിൽ യേശുവിന്റെ അടുക്കൽ എത്തപ്പെട്ടോ എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം ചിന്താവിഷയമാക്കേണ്ടത്. आज सुबह के समय हमें इस बात पर ध्यान लगाना है कि आप किस माध्यम के द्वारा या किस तरह से यीशु मसीह के पास पहुंचे, इस बात की कोई महत्व नहीं। बात ये है, विषय जिस महत्व की विषय ये है कि आप यीशु मसीह के पास पहुंचे या नहीं। വലിയൊരു ഗുരുവായ യോഹന്നാൻ സ്നാപകൻ അന്ത്രയോസിനെ യേശുവിന്റെ അടുക്കൽ എത്തിക്കുന്നതും തന്റെ സഹോദരനായ അന്ത്രയോസ് പത്രോസിനെ യേശുവിന്റെ അടുക്കൽ എത്തിക്കുന്നതും എല്ലാം ഒരുപോലെ തന്നെയാണ്. കാരണം അവർ എത്തപ്പെട്ടത് യേശുവിന്റെ അടുക്കലായതുകൊണ്ട്. बहुत बड़ा गुरु जो यूहन्ना बपतिस्मा देने वाला था, वो अपने चेले को अंद्रियास को यीशु मसीह के पास पहुंचाना या अंद्रियास अपने भाई को यीशु मसीह के पास पहुंचाना, ये सारे विषय से और महत्वपूर्ण बात यह है कि ये सभी लोग यीशु मसीह के पास पहुंचे हैं। ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം നിങ്ങൾ യേശുവിലേക്ക് നയിച്ചത്, ഒരു ട്രാക്റ്റിൽ കൂടിയായിരിക്കാം നിങ്ങൾ യേശുവിനെ കണ്ടെത്തിയത്, ഒരു പാട്ടിൽ കൂടിയായിരിക്കാം നിങ്ങൾ യേശുവിനെ കണ്ടെത്തിയത്. രോഗത്തിന്റെ നടുവിൽ നിങ്ങൾ ബൈബിൾ വായിച്ച സമയത്ത് ഏതോ ഒരു ദൈവിക വചനം നിങ്ങളോട് ഇടപെട്ട് അങ്ങനെയായിരിക്കാം യേശുവിന്റെ അടുക്കലേക്ക് വന്നത്. ഒരുപക്ഷെ വലിയ ദർശനങ്ങളോ വെളിപ്പാടുകളോ ഒന്നും പ്രാപിക്കാതെ തന്നെ നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വന്നു. അതുകൊണ്ട് ചില ആളുകൾ സംശയിക്കാറുണ്ട്, കർത്താവേ, എനിക്ക് സത്യത്തിൽ നീ എന്നെ തെരഞ്ഞെടുത്തതാണോ, എന്നെ സത്യത്തിൽ നീ വിളിച്ചതാണോ, എന്നെ സത്യത്തിൽ നിനക്ക് വേണ്ടതാണോ? അവരൊക്കെ ദൈവശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഫിലിപ്പോസിനെ യേശു ഡയറക്റ്റ് വിളിച്ചതാണല്ലോ. പത്രോസ് തന്റെ സഹോദരൻ പറഞ്ഞിട്ട് വന്നതാണല്ലോ. അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വന്നതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഉള്ളിൽ ഉള്ളവർ തന്നെയാണ്. कई लोग इस अपने जीवन की परिस्थिति में जिस वजह से वो यीशु मसीह को मिले थे, उस बात की वजह से वो अपने बुलाहट पर शंका दिखाते हैं। कई आप शायद ऐसे में होंगे, आपके जीवन की जो परिस्थिति है, कष्ट की परिस्थिति या रोगों के बीच में आपको परमेश्वर का वचन पढ़ते समय यीशु मसीह के पास आपका मुलाकात हुआ होगा, या और किसी भी परिस्थिति में आपका यीशु मसीह के साथ मुलाकात हुआ होगा। शायद आपको एक बड़ा दर्शन या ऐसा कुछ नहीं हुआ होगा। तो कई लोग इस बात की वजह से विचलित रहते हैं कि क्या मैं परमेश्वर के सम्मुख में जो ऐसे ही आ पहुंचा हूं, क्या मैं उस बुलाहट में हूं, या क्या परमेश्वर सचमुच तूने मुझे चुना है या नहीं। നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നത്, യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ അടുക്കലേക്ക് എത്തിക്കുന്ന അന്ത്രയോസിനെ, പത്രോസിനെ അതുപോലെ സഹോദരനെ എത്തിക്കുന്നു. അങ്ങനെ ഓരോ ആളുകൾ യേശുവിന്റെ അടുക്കലേക്ക് ആളുകളെ കൊണ്ട് എത്തിക്കുകയാണ്. എന്നിട്ട് യേശു തന്നെയും ഫിലിപ്പോസിനോട് പറയുന്നത്, നീ എന്നെ ഫോളോ ചെയ്യുക എന്നതാണ്. അതായത് നമ്മൾ ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ പല സാഹചര്യങ്ങളിൽ കൂടെയാണെങ്കിലും നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു എയിം എന്ന് പറയുന്നത്, നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു ലക്ഷ്യം, നമുക്കെല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, യേശു നമ്മുടെ മുന്നിൽ നിൽക്കട്ടെ. हालेलुया। तो हमारे जीवन में हम अलग अलग लोगों के वजह से या परिस्थिति के वजह से, जैसे हम इन वाक्यों में देखते हैं, हम यीशु मसीह के साथ मुलाकात करते होंगे, लेकिन हम सभी लोगों का एक ही मूल बात होना चाहिए कि हमारे सामने जो व्यक्ति दिखाई देता है या हम जिनके पास आए हैं वो यीशु मसीह हो। യോഹന്നാൻ സ്നാപകനെ കാണിച്ചു തരാനുള്ളത് യേശുവിനെയാണ്. സഹോദരനെ അന്ത്രയോസിനെ കാണിച്ചു തരാനുള്ള യേശുവിനെയാണ്. ഫിലിപ്പോസിനെ കാണിച്ചു തരാനുള്ളത് യേശുവിനെയാണ്. യേശുവിനും നമ്മളെ കാണിച്ചു തരാനുള്ളത് യേശുവിനെ തന്നെയാണ്. एक बात पर ध्यान रखें कि यूहन्ना बपतिस्मा देने वाला को भी दिखाने के लिए यीशु मसीह है, तो अंद्रियास अपने भाई को दिखाने के लिए भी यीशु की ओर ही दिखाता है, या फिर फिलिप्पुस अपने मित्र को भी दिखाने के लिए यीशु मसीह है। या इस बात को भी याद रखिए कि यीशु मसीह स्वयं भी अपने यीशु मसीह को ही दिखाना चाहता है। ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ മുമ്പിൽ വെച്ചിരിക്കുന്നത് യേശു മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ അവസാനവും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്, സത്യത്തിൽ യേശു മാത്രമേ നമുക്കുള്ളൂ എന്നും. इस बात में ये बात आपको बताना चाहता हूं कि हमारे जीवन की हर एक परिस्थिति में हमारे सामने रहने के लिए केवल यीशु ही है, और हमारे जीवन के अंत में भी हम एक ही बात समझ लेंगे कि सच्चाई केवल यीशु ही है। നടത്തിയ യോഹന്നാൻ സ്നാപകന് സംശയത്തോടെ ഒരുപക്ഷെ തെറ്റ് സംഭവിക്കാം. പക്ഷേ നമ്മൾ എത്തപ്പെട്ട യേശുവിന്റെ അടുക്കലായതുകൊണ്ട് ഇനി അന്ത്രയോസ് ദുഃഖിക്കേണ്ട ആവശ്യമില്ല.
चलाने वाला गुरु जो यूहन्ना बपतिस्मा देने वाला था, उसको शायद पीछे उसके बाद के दिनों में एक शंका आ सकता है, लेकिन आप अंद्रियास को दुख लेने की जरूरत नहीं है, क्योंकि अपने गुरु को अगर शंका आ गया तो भी अंद्रियास तू आज यीशु मसीह के पास ही पहुंचा है। നിങ്ങളെ സ്നാനപ്പെടുത്തിയ വ്യക്തികളോ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തികളോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയോ തെറ്റുകളിൽ വീണുപോകുകയോ ചെയ്യുന്നത് കണ്ടിട്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവരാൽ നയിക്കപ്പെട്ടത് യേശുവിന്റെ അടുക്കലേക്കാകയാൽ നമുക്കിനി മുന്നിൽ നോക്കി ഓടാനുള്ളത് യേശുവിനെ മാത്രമാണ്, മറ്റാരെയുമല്ല. आप इस बात से विचलित होने या दुखी होने की जरूरत नहीं है कि आपको जो चलाने वाला या आप जिस व्यक्ति के द्वारा आप मसीह को मिले हैं, आप मसीह के साथ मुलाकात किए हैं, वो शायद आज पाप में हो सकते हैं या यीशु मसीह से पीछे हो गए हैं, लेकिन इस बात से आपको दर्द लेने की जरूरत नहीं है, क्योंकि आप जहां पहुंचे हैं वो यीशु मसीह के पास है। നമുക്ക് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈ ശിഷ്യന്മാരുമൊക്കെയായി യേശു ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു ചിത്രമുണ്ട്. ഈ ഭാഗവുമായി ചേർത്ത് ചിന്തിക്കാൻ വളരെ അത്യാവശ്യമായ ഒരു വേദഭാഗമാണത്. मत्ती 17 अध्याय में हम एक बार यीशु मसीह अपने चेलों के साथ पहाड़ पर चढ़ के जाते हैं, वो उस बात को हम इस भाग के साथ हम तुलना करके सीख सकते हैं। വിശുദ്ധ വേദപുസ്തകത്തിൽ കാണിച്ചു തരുന്നത് അവിടെ ഇങ്ങനെ കാണുന്നു, യേശു കർത്താവ് ശിഷ്യന്മാരെ മുകളിലേക്ക് കൊണ്ടുപോയതിനു ശേഷം താൻ രൂപാന്തരപ്പെടുത്തിപ്പെട്ടു അവരുടെ മുന്നിൽ വലിയതായി തന്റെ ഒരു പ്രത്യേക റെവലേഷൻ, പ്രത്യേകമായ ഒരു ദർശനം ശിഷ്യന്മാരുടെ മുന്നിൽ യേശു കാണിച്ചു കൊടുക്കുന്നതായി കാണുന്നു. मत्ती 17 अध्याय में हम यूं पढ़ते हैं कि यीशु मसीह उन्हें एकांत में किसी ऊंचे पहाड़ पर ले गया और वहां वो रूपांतर हो गया और ये चेले लोग यीशु मसीह का एक बड़ा दर्शन वहां पाते हैं। അവിടെ മോശയും ഏലിയാവും തന്നോട് സംഭാഷിക്കുന്നതായി കാണുന്നു. वहां मूसा और एलिया उसके साथ बात करते हुए नजर आते हैं। ഉടനെ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം അല്ലെങ്കിൽ യേശുവിന് കൊടുക്കുന്ന പ്രാധാന്യത്തോടു കൂടി മോശയെയും ഏലിയാവിനെയും കണ്ട സമയത്ത് വലിയ ഒരു കാര്യം അവിടെ ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. वहां पे चेले लोग यीशु मसीह को साथ मूसा और एलिया को देखने के समय एक बहुत बड़ी बात की घटना होती है। അവിടെ ഇപ്രകാരം കാണുന്നു, പെട്ടെന്നൊരു മേഘം വരുന്നു, വലിയൊരു ശബ്ദവും ഇങ്ങനെ കേൾക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. वहां पे जल्दी से एक बादल आ जाता है और बादल में से यह शब्द निकलता है कि यह मेरा प्रिय पुत्र है जिसमें मैं प्रसन्न हूं। അതിന് 8-ാമത്തെ വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ചതാണ്. അവർ തല പൊക്കി നോക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. वहां 8वां वचन ने मुझे बहुत सोचने में मजबूर किया। वहां हम पढ़ते हैं, तब उन्होंने अपनी आंखें उठाकर यीशु को छोड़ और किसी को न देखा। ന്യായപ്രമാണത്തിന്റെ ആഴങ്ങൾ പിതാവായ ദൈവത്തിൽ നിന്നും ഏറ്റുവാങ്ങി മനുഷ്യർക്ക് കൊടുത്ത മോശ അവിടെ ഉണ്ടായിരുന്നിട്ടും അത്ഭുതകരമായ കരങ്ങളാൽ ദൈവത്താൽ നയിക്കപ്പെട്ട് ഒരു തലമുറയിൽ കർത്താവിനെ നന്നായി ധീരനായി വെളിപ്പെടുത്തിയ ഏലിയാവ് അവിടെ ഉണ്ടായിരുന്നിട്ടും പിതാവിന് പ്രസന്റ് ചെയ്യുവാനുള്ളത് ഒരു വ്യക്തിയെ മാത്രമാണ്, യേശുവിനെ മാത്രം. व्यवस्था को इस्राएल तक पहुंचाने के लिए जिस मूसा को परमेश्वर ने इस्तेमाल किया था, या एक समय में परमेश्वर के लोगों को, इस्राएलियों को परमेश्वर के साथ ले चलने के लिए जिस व्यक्ति एलिया को परमेश्वर ने इस्तेमाल किया था, ऐसे बड़े वीर पुरुष होने के बावजूद भी वहां पिता परमेश्वर हमारे सामने जब दिखाना चाहता है या प्रस्तुत करना चाहता है, तब वहां केवल यीशु मसीह को पिता प्रस्तुत करते हैं। ആ 8-ാമത്തെ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവർ തല പൊക്കി നോക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. वहां 8वें वचन को हम ध्यान पूर्वक एक और बात देखें, तब उन्होंने अपनी आंखें उठाकर यीशु को छोड़ और किसी को न देखा। വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ക്രിസ്ത്യാനിയായി തീർന്നതിന് ശേഷവും ക്രിസ്ത്യാനിയാകുന്ന സമയത്തും നമുക്ക് മുമ്പിൽ വെക്കുവാൻ കഴിയുന്നതും നമുക്ക് നോക്കുവാൻ കഴിയുന്നതുമായ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് 12-ാം അധ്യായത്തിൽ പറയുന്നത്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക.
हालेलुया। एक मसीह जीवन प्रारंभ किए हुए हम हरेक के सामने पिता परमेश्वर को सामने प्रस्तुत करने के लिए केवल यीशु मसीह ही है। इसीलिए इब्रानियों के 12 अध्याय में हम इस प्रकार पढ़ते हैं, यीशु मसीह को ध्यान से देखो। എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ നമ്മുടെ നോട്ടം അങ്ങോട്ടല്ല വേണ്ടത്, യേശുവിനെ നോക്കുക. हम इब्रानियों 12 का पहले वचन में हम इस प्रकार पढ़ते हैं कि गवाहों का एक बड़ा सा बादल हमें घेरे हुए हैं, लेकिन इसका मतलब ये नहीं है कि हमारी आंखें उन गवाहों के बादल पर पहुंचे, लेकिन हमारी निगाहें हमेशा यीशु मसीह के ऊपर ही लगाया जाए। അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, കഷ്ടം സഹിച്ച നിന്ദകളും അപമാനങ്ങളും ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അതൊക്കെ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നേരിട്ട പൂർണ്ണ മനുഷ്യത്വത്തിൽ വെളിപ്പെട്ട യേശുവിനെ നോക്കുവാൻ ആ ലേഖകൻ നമ്മോട് പറയുന്ന വാക്യങ്ങൾ എത്രയോ ആഴമുള്ളതാണ്, എത്രയോ ശ്രദ്ധിക്കേണ്ടതാണ്. हमें इस बात पर कितना गौर से, कितने ध्यान पूर्वक मनन करना चाहिए कि कष्टों को और सारे क्लेशों को जो अपने जीवन में अनुभव किया हुआ उस यीशु मसीह को और हमारे विश्वास के कर्ता और सिद्ध करने वाला यीशु मसीह के ओर ही केवल हमारे ध्यान को लगाए रखें। ലോകത്തിൽ മറ്റാരെ നോക്കിയാലും നിങ്ങൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ എത്ര വലിയ വ്യക്തികളായിരുന്നാലും അവരെ നോക്കിയാൽ ഒരുപക്ഷെ നമ്മൾ വീണുപോകാൻ സാധ്യതയുണ്ട്. നമുക്ക് മുന്നിൽ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ലക്ഷ്യം. നമുക്ക് മുന്നിൽ ഒരു ആള് മാത്രമേ നമുക്ക് വേണ്ടി അവസാനം വരെയുള്ളൂ. അവൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവനാണ് യേശു കർത്താവ്. हालेलुया। इस संसार में आपकी निगाहें या आप और किसी के ऊपर ताकने से, आपके दृष्टि और किसी के ऊपर बनाए रखने से आप जीवन की अलग अलग परिस्थितियों में शायद थक जाओगे और आप हार जाओगे, लेकिन हमारे लिए अंत तक हालेलुया हमारे साथ रहने वाला एक विश्वास योग्य परमेश्वर है, तो वो केवल यीशु मसीह ही है। ഫിലിപ്പോസിനോട് നഥനിയേൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് പറയാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം നഥനിയേൽ ചോദിക്കുകയാണ്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഉടനെ നഥനിയേലിനോട് ഫിലിപ്പോസ് നയിച്ചു കൊണ്ടുവന്ന ഫിലിപ്പോസ് പറയുകയാണ്, അദ്ദേഹത്തിന് ഒരുപക്ഷെ അതിന് വ്യക്തമായ ആൻസർ പറയാൻ കാണത്തില്ല, അതുകൊണ്ട് പറയുകയാണ്, നീ വന്നു കാണുക എന്ന് പറഞ്ഞാൽ നീ യേശുവിന്റെ അടുക്കൽ വാ, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അവന്റെ പക്കലുണ്ട്. हालेलुया। फिलिप्पुस से नथनिएल एक सवाल जब पूछता है कि नसरत से कुछ भलाई आ सकता है क्या, तो शायद फिलिप्पुस के पास कोई जवाब नहीं था, इसीलिए वो कहता है कि तू आ और देख ले, और अगर आप यीशु मसीह के पास आ जाएंगे आपके सारे सवालों के लिए एक जवाब मिल जाएगा। നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനാ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സമയത്ത് ഉത്തരമില്ലാത്ത ഒത്തിരി ചോദ്യങ്ങളുമായി മനുഷ്യനോടും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയങ്ങളിലും ഒത്തിരി ചോദ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ അടുക്കലേക്ക് യാഥാർത്ഥ്യമായി നമ്മുടെ ലക്ഷ്യമായി കടന്നു വന്നാൽ, അവനെ മാത്രം നോക്കി നമ്മൾ ഫോളോ ചെയ്യുന്ന ഇന്ന് പകൽക്കാലം തീരുമാനമെടുത്താൽ, അവനെ മാത്രം നമ്മുടെ മുന്നിൽ വെച്ചാൽ, ഫിലിപ്പോസിന്റെ വാക്കുകൾ പോലെ നഥനിയേൽ പിന്നീട് മനസ്സിലായ സത്യം അതാണ്, യേശു ഇതാ അനേക വെളിപ്പാടുകളിൽ കൂടി, അനേക ദർശനങ്ങളിൽ കൂടി നഥനിയേലിനെ പിന്നീട് ഉറപ്പിച്ചു കൊടുക്കുന്നതായി, തന്റെ ജീവിതത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നഥനിയേലിന് പറഞ്ഞു കൊടുക്കുന്നതായി, നഥനിയേൽ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നുവെന്നും ഇനി നഥനിയേൽ എന്ത് കാണാൻ പോകുന്നെന്നും പിന്നീട് നഥനിയേലിന് യേശു പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. आपके जीवन की कोई भी परिस्थिति में आप कितने भी दुख से या किसी भी हालत में हो, अगर न आपके लाजवाब सवालों को लेकर आप अगर यीशु मसीह के पास पहुंच जाएंगे, तो नथनिएल के जीवन में जिस प्रकार यीशु मसीह ने सारे सवालों का जवाब दिया, सारे बातों के बारे में उसको प्रकट करके दिया, जो जिन बातों को उसने जो दर्शन के द्वारा बताया था, और आने वाली बातों के बारे में भी जिस प्रकार यीशु मसीह ने उसको बताया, वैसे ही आपके जीवन के सारे सवालों के लिए यीशु मसीह काफी है। ജീവിതത്തിന്റെ എല്ലാ വഴികളിലും, എല്ലാ ബന്ധങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും യേശുവാണ് നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മുടെ ഒരു ചിന്തയെ കൊണ്ടുപോകാം. നമ്മുടെ ചിന്തയെ അല്പസമയം എഫേസ്യ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക്, ഞാൻ അതിനൊന്നും വിശദീകരിച്ച് പറയുന്നില്ല, ബാക്കി ചിന്തയ്ക്കായി നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഈ പോയിന്റിനെ ബലപ്പെടുത്താൻ
ഈ പോയിന്റിനെ കുറച്ചുകൂടി ശക്തമാക്കി നിങ്ങളുടെ മുന്നിൽ തെളിയിക്കേണ്ടതിനായി ഞാൻ എഫേസ്യ ലേഖനം 5-ാം അധ്യായവും 6-ാം അധ്യായം അതൊന്നും മുഴുവനായി വായിക്കുന്നില്ല, മൊത്തത്തിൽ ഒരു ആശയം എന്റെ ഈ ചിന്തകളുമായി ചേർത്ത് ചിന്തിക്കുവാനായി ഞാൻ എടുക്കുകയാണ്. हम एफेसियों की पत्रिका उसके 5वें अध्याय से कुछ वचन, 5 और 6 अध्याय से सारे अध्यायों को हम नहीं पढ़ेंगे, लेकिन कुछ वचनों को उसमें से चुनकर हमारे हम जो सोच रहे हैं उसके साथ हम मिलाकर पढ़ लेंगे. അവിടെ നമുക്ക് 5-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ, ക്രിസ്തു ശരീരത്തിലെ രക്ഷിതാവായ സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. इफेसी 5 के 22 और 23 में हम इस प्रकार पढ़ते हैं, हे पत्नियों अपने अपने पति के ऐसे अधीन रहो जैसे प्रभु के, क्योंकि पति पत्नी का सिर है, जैसे कि मसीह कलीसिया का सिर है और आप ही देह का उद्धार करता है. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ പോലും അപ്പോസ്തലനായ പൗലോസ് എടുത്തു വയ്ക്കുന്നത് യേശുവിനെയാണ്. पति और पत्नी के बीच के जो रिश्ता को बारे में बात करने के समय भी प्रेरित पौलुस वहां मसीह को लेकर लाकर दिखाते हैं. കുടുംബ ജീവിതത്തിന്റെ ബന്ധങ്ങൾ ശക്തിപ്പെടാൻ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവിന് എന്ന പോലെ ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായ സഭയ്ക്ക് തലയാകുന്നത് പോലെ എല്ലായിടവും നമുക്ക് കാണാൻ കഴിയുന്നതും നമ്മുടെ ലക്ഷ്യവും യേശുവായി തീരട്ടെ. हमारे पारिवारिक संबंधों को मजबूती देने के लिए भी प्रेरित पौलुस वहां पे कहने के लिए यीशु मसीह, जैसे यीशु मसीह कलीसिया का सिर है या वो देह का उद्धार करता है, इस तरह से यीशु मसीह के ओर दिखाते हुए या संकेत करते हुए प्रेरित पौलुस मसीह के बारे में कहते हैं. ഭർത്താവിനെ നോക്കിയാൽ അദ്ദേഹത്തിന് കീഴടങ്ങി ജീവിക്കുന്നത് ഇമ്പോസിബിൾ ആണ്, നടക്കത്തില്ല. പക്ഷെ ഇതിനിടയിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പൗലോസ് വെച്ചിട്ട് പറയുകയാണ്, നീ ക്രിസ്തുവിനെ നോക്ക്, കർത്താവിനെന്ന പോലെ കീഴടങ്ങാൻ തയ്യാറാകട്ടെ. അല്ലാതെ സാഹചര്യങ്ങൾ കൊണ്ടല്ല ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ വചനം അനുസരിക്കേണ്ടത്. इस प्रेरित पौलुस यहाँ कहते हैं पत्नियों को कि अपने पति के लिए ऐसे अधीन रहो जैसे प्रभु के. वहां हमें अधीन होना कई बार बहुत मुश्किल हो जाता है, लेकिन एक पति के लिए नहीं, हम जैसे जिस प्रकार प्रभु के लिए अधीन होते हैं उस तरह से अपने जीवन में भी पति के लिए अधीन होने, यानी यीशु मसीह के साथ का उस रिश्ते के साथ जब हम अपने जीवन को तुलना करेंगे तो हम हर एक बात को, हर एक विषय को हम सीख पाएंगे. हम परमेश्वर कोई भी परिस्थिति में भी परमेश्वर के वचन को मानने के लिए हम तैयार हो जाएं. രക്ഷിക്കപ്പെടുന്ന സമയത്ത് മാത്രം നോക്കേണ്ട ഒരു കാര്യമല്ല യേശു കർത്താവ്. ജീവിതത്തിന്റെ യാത്രയിലുടനീളം അങ്ങേക്കരയിൽ കർത്താവിനെ കണ്ടുമുട്ടുന്ന നാളോളം ജീവിതത്തിന്റെ എല്ലാ ബന്ധങ്ങളിലും നമുക്ക് യേശുവിനെ കാണാൻ കഴിയണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. जिस दिन आपने यीशु मसीह को अपने जीवन समर्पण किया है, केवल उस एक दिन के लिए आपके जीवन में परमेश्वर के वचनों को मानना नहीं या यीशु मसीह को देखना नहीं, आपके जीवन के हर एक परिस्थिति में, हर दिन क्षण प्रतिक्षण आपके हर रिश्ते में यीशु मसीह को आप देखते रहें, ताकते रहें. കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോഴും അസമാധാനങ്ങൾ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമ്പോഴും ദൈവത്തിന്റെ ആത്മാവിൽ കർത്താവിന് നമ്മളോട് പറയാനുള്ളത് അന്നും ഇന്നും എപ്പോഴും ഒരുപോലെയാണ്. കർത്താവിനെ നോക്കിക്കോ മക്കളെ, യേശുവിനെ നോക്കിക്കോ. യേശു സഭയോട് ചെയ്തത് കണ്ടോ? യേശു സഭയെ കാണിച്ച് യേശു സഭയോട് എങ്ങനെയാ ഇടപെട്ടതെന്ന് കണ്ടോ? അത് കണ്ടിട്ട് നിങ്ങളുടെ കർത്തവ്യങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായാൽ, അതായത് ജീവിതത്തിന്റെ ലക്ഷ്യം എല്ലാ മേഖലകളിലും യേശു തന്നെയായാൽ ജീവിതത്തിൽ എപ്പോഴും ആമേൻ ആമേൻ സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ള വാസ്തവമായ സത്യം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. हमारे जीवन में, हमारे पारिवारिक जीवनों में, व्यक्तिगत जीवनों में कई बात की वजह से हमें उलझन हो सकता है, लेकिन ये सारे उलझन और सारे प्रतिकूल परिस्थिति के बीच में अगर आप अपने निगाहों को केवल यीशु मसीह पर, यीशु मसीह के लिए जिस तरह से करते हैं उस तरह का एक समर्पण के साथ अगर हम करेंगे तो हमारे जीवन के सारे रिश्तों में, सारे परिस्थितियों में हम शांति से और परमेश्वर के मर्जी के अनुसार हम आगे बढ़ पाएंगे. 25-ാം വാക്യത്തിൽ ഭർത്താക്കന്മാരോട് പറയുകയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ.
25वें वचन में हम इस तरह से पढ़ते हैं, हे पतियों अपनी अपनी पत्नी से प्रेम रखो जैसा मसीह ने भी कलीसिया से प्रेम किया। നിങ്ങളുടെ ഭാര്യയെ നോക്കിയിട്ട് അവൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നത് കൊണ്ട് നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കുവാനല്ല പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് പറയുന്നത്? ക്രിസ്തു, അവിടെയും ക്രിസ്തുവിനെയാണ് എടുത്തു വയ്ക്കുന്നത്. യേശുവിനെ നോക്ക്, യേശുവിനെ നോക്ക്. നിങ്ങളെ രക്ഷിച്ച് യേശുവിലേക്കൊന്ന് നോക്കിയേ. ആ യേശു ഒരു യോഗ്യതയും ഇല്ലാത്ത സഭയെ സ്നേഹിച്ചു. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ വാക്യത്തിൽ പറഞ്ഞാൽ, ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന പാപിയായിരുന്ന സമയത്ത് തന്നെ നമുക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ച് സ്നേഹിച്ചതുപോലെ ജീവൻ തന്നു സ്നേഹിച്ച് യേശു സഭയെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണം. पतियों से परमेश्वर का वचन इस तरह से कहता है कि अपने पत्नी अपने आप के अधीन है या आपसे अच्छे व्यवहार करती है इसीलिए उसे प्रेम करना नहीं, लेकिन यीशु मसीह की ओर ध्यान से देखिए। जिस तरह से यीशु मसीह ने, हमारी कोई योग्यता नहीं था हमारे जीवन में या कलीसिया के जीवन में उसके प्रेम के योग्य नहीं थी, उस तरह उस समय में जिस तरह हम रोमियो का पत्रिका 5वें अध्याय में जब हम पढ़ते हैं, कोई भी योग्यता न होने के समय में जिस तरह से यीशु मसीह ने प्रेम कर वो अपने आप को उसके लिए दे दिया, ठीक उसी प्रकार हमें भी प्रेम करना है। എല്ലാ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും ദൈവം നമ്മുടെ മുന്നിൽ ലക്ഷ്യമാക്കി വെക്കുന്നത് യേശുവിനെ മാത്രമാണ്. വേഗത്തിൽ പറയാം. മൂന്നാമതായി എന്റെ താഴോട്ട് വാക്യങ്ങൾ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അവിടെയും കർത്താവിനെയാണ് പറയുന്നത്. आप जीवन के हर एक परिस्थिति में हम परमेश्वर को हमारे सामने रखते हुए परमेश्वर के वचन के अनुसार जीने के लिए हमें करना है। जब 6वें अध्याय के 3रे वचन में हम बच्चों से परमेश्वर की आत्मा यूं कहता है कि हिंदी में दूसरे वचन से अपनी माता और पिता का आदर कर, यह पहला आज्ञा है जिसके साथ प्रतिज्ञा भी है कि तेरा भला हो और तू धरती पर बहुत दिन तक जीवित रहे। നമ്മൾക്ക് കർത്താവിനെന്ന പോലെയാണ് മാതാപിതാക്കൾക്ക് അനുസരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ മാതാപിതാക്കൾ നമ്മൾ അവരെ ആദരിക്കാൻ യോഗ്യമല്ലാത്ത രീതിയിൽ ജീവിച്ചു കാണും, ന്യായമായത് നമുക്ക് ലഭിക്കേണ്ടത് തരാതിരുന്ന് കാണും, ഒരുപക്ഷെ പാഷ്യാലിറ്റി കാണിച്ച് ഒരു പ്രത്യേക സ്നേഹം ചിലരോടൊക്കെ കാണിച്ച് ഒരുപക്ഷെ നമ്മളെ മറന്നു കളഞ്ഞ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല നമ്മൾ മാതാപിതാക്കൾക്ക് ബഹുമാനിക്കുന്നതും കീഴടങ്ങേണ്ടതും. മാതാപിതാക്കളെ ബഹുമാനിക്കാൻ കാരണം കർത്താവിൽ എന്ന പോലെ കർത്താവ് അതിനിടയിലുള്ളത് കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ അവരെ ബഹുമാനിക്കാൻ തയ്യാറാകട്ടെ. ये प्रिय बच्चों या बालकों, परमेश्वर की आत्मा यूं कहना चाहता है कि शायद आपके जीवन में आपके माता पिता आपसे गलत किए होंगे, शायद उनके जीवन में भी कुछ कमी घटिया होंगे जिस वजह से आप उनको पूरी तरह से आज्ञाकारी न बनना चाहते होंगे, शायद आपके साथ कुछ भेदभाव दिखाया होगा, लेकिन ये सारी बातें मायने नहीं रखता। वहां पे महत्व का बात यह है कि परमेश्वर में या आपका जो आज्ञाकारी बनना परमेश्वर के वचन के अनुसार है। इसीलिए बालकों कोई भी परिस्थिति में भी परमेश्वर के लिए अपने माता पिता को आदर करे, आज्ञाकारी बने। ദൈവവചനത്തിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒരുപക്ഷെ മാതാപിതാക്കൾ സംസാരിച്ചാൽ അവിടെ മാതാപിതാക്കളേക്കാൾ വലുത് യേശു തന്നെയാണ്. നമ്മുടെ ലക്ഷ്യം യേശു തന്നെ ആയതുകൊണ്ട്. എന്നാൽ മാതാപിതാക്കൾ അതിനല്ല, മറ്റുള്ള ലോകപരമായ ചില കാര്യങ്ങളും ആത്മീകപരമായ ചില കാര്യങ്ങളുമായി നമ്മളുമായിട്ട് തർക്കമുള്ളത് കൊണ്ടും അവർ മറ്റൊരു സ്വഭാവം കാണിക്കുന്നത് കൊണ്ടും നമുക്ക് അവരെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവർ നമ്മുടെ മാതാപിതാക്കളെ ദൈവം നമുക്ക് തന്നതാണ് നമ്മുടെ വിശുദ്ധീകരണത്തിനായി. അവർക്ക് മുന്നിലും ക്ഷമയോടെ ആയിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി തന്നെയാണ്. തലയിലെ രോമം വീഴണമെങ്കിലും ദൈവത്തിനറിയാമെങ്കിൽ ആ കുടുംബത്തിൽ നിങ്ങളെ ആക്കി വെച്ചതും ദൈവം തന്നെയാണ്. हालेलुया। परमेश्वर का आपके आत्मिक जीवन के खिलाफ अगर आपके माता पिता कुछ कहते हैं तो वहां पे परमेश्वर आप हमारे सामने यीशु मसीह है, इसीलिए उन बातों को आप ज्यादा ध्यान दें, लेकिन अपने जीवन में इस संसार के जीवन में आपके लिए परमेश्वर ने आपको उस घर में बनाए रखा या उस घर में जन्म दिया, उन माता पिता के हाथ में दिया। इसीलिए हमारा बाल भी अगर गिरना है तो जिस परमेश्वर को उसका ख्याल है वही परमेश्वर ने आपको वहां रखा है। आपके सारे बातों को परमेश्वर अच्छे से जानता है, इसीलिए वहां पे भी हमारे जीवन का पवित्रीकरण के लिए परमेश्वर हमें वहां रखते। इसीलिए परमेश्वर का वचन हमसे यह कहना चाहता है कि बालकों अपने माता पिता के लिए आज्ञाकारी बनो। നമ്മുടെ ലക്ഷ്യം
ദൈവമായതുകൊണ്ട്, യേശുവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. യേശുവിനെ നമ്മൾ പറയുമ്പോൾ യേശുവിന്റെ ബാല്യം 2-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 49 and 50, 49-ഉം 50-ാം വാക്യത്തിലും യേശുവിന്റെ ബാല്യകാലത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. हमारा लक्ष्य हमारा लक्ष्य यीशु मसीह होने के वजह से हमें इस बात पर हमेशा ध्यान रखना है और हम इस बात के लिए अपने आप को समर्पण करना है। यीशु मसीह का जो शैशवावस्था के बारे में हम देखते हैं तो लूका रचित सुसमाचार उसका 2 अध्याय का 50 से लेके हम जब पढ़ते हैं तब वहां देख सकते हैं। അവിടെ ഇങ്ങനെ കാണുന്നു, നമുക്ക് ആ കാര്യങ്ങളും കഥകളും എല്ലാം അറിയാം. യേശു കുറച്ച് സമയം ബാലനായിരിക്കുന്ന സമയത്ത് തന്റെ ഒരു എന്താണ് പറയുന്നത്, അവിടെ പെസഹ പെരുന്നാളിന് വേണ്ടി പോകുന്ന സമയത്ത് യേശു വരാൻ ലേറ്റ് ആയി പോയി. യേശു ആ മാതാപിതാക്കളുടെ കൂടെ വന്നില്ല. അവിടെ തിരികെ ചെല്ലുമ്പോൾ യേശു കർത്താവ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. തന്റെ മാതാവ് യേശുവിനോട് ചോദിക്കുകയാണ്, നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവനോട് 49-ാം വാക്യത്തിൽ, എന്നെ തിരഞ്ഞതെന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എങ്കിൽ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ वहां की सारी बातों को हम समझ सकते हैं। वहां पे जब हम 2 अध्याय को जब पढ़ते हैं, यीशु मसीह अपने बचपन में फसह पर्व के लिए मंदिर में जब गया था, वापस उनकी लौट यात्रा में मरियम और यूसुफ के साथ नहीं रहा। तो उस समय मरियम और यूसुफ को अपने मन में चंचल हो गए और वापस आना पड़ा। आकर देखा तो मंदिर में यीशु मसीह व्यवस्था की बातों को समझा रहा था। तब जब उसकी माता ने उससे पूछा कि क्या आपका पिता और मैं कितना विचलित हो गए थे या हम बेचैन हो गए थे, तब यीशु मसीह 49वें वचन में इस तरह से कहते हैं, उसने उनसे कहा, तो मुझे क्यों ढूंढते थे? क्या नहीं जानते थे कि मुझे अपने पिता के भवन में होना अवश्य है? അവിടെ അടുത്തതായി പറയുന്ന ഒരു ഭാഗമുണ്ട്, 50-ാമത്തെ വാക്യം. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. യേശു പറഞ്ഞ വാക്ക് മറിയയ്ക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ആ പേരൻസിന് മനസ്സിലായില്ല. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ആ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 50वें और 51वें वचन में हम इस तरह से पढ़ते हैं कि परंतु जो बात उसने उनसे कही उन्होंने उसे नहीं समझा। और 51वें वचन में हम इस बात का ध्यान दें, तब वो उनके साथ गया और नासरत में आया और उनके वश में रहा। इस बात पर हम ध्यान दें कि यीशु मसीह मरियम और यूसुफ के वश में रहा। മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കേണ്ട സമയത്ത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ അതേ രീതിയിൽ ഗ്രഹിക്കുവാൻ കഴിയാത്തതുമായ സാധാരണ മനുഷ്യർക്ക് ആ ചെറുബാലൻ ഒരു സാധാരണ കുഞ്ഞിനെ പോലെ കീഴടങ്ങിയിരുന്നെങ്കിൽ, ക്രിസ്തുവിനെന്ന പോലെ, ഈ കർത്താവിനെന്ന പോലെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുവാൻ, അവരെ ബഹുമാനിക്കുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. प्रिय, इस बात का याद रखें कि जो सृजनहार परमेश्वर जब हालेलुया इस संसार में आया, वो जब मनुष्यों से जो बातें कहा, वो मनुष्यों का या उसके माता पिता के बुद्धि के या ग्रहण के बाहर होने के बावजूद भी यीशु मसीह जो परमेश्वर का व्यवस्था के अनुसार अपने उन जो ग्रहण नहीं कर पाते थे, ऐसे माता पिता के भी वश में रहे। इसीलिए परमेश्वर का ठहराया हुआ जो नियम है या व्यवस्था है कि हम अपने माता पिता के अधीन उनके वश में रहना है और उनके आज्ञाकारी होना है। उसी प्रकार हमारा परमेश्वर का मर्जी हमारे लिए यह है कि जिस तरह से मसीह ने हमें दिखाया है, वैसे ही हम भी अपने माता पिता के वश में रहे, आज्ञाकारी बनकर रहे। മുന്നോട്ട് പോകട്ടെ. 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. इफिसियों 6 के 5वें वचन में हम यूं इस तरह से पढ़ते हैं, हे दासों, जो लोग शरीर के अनुसार तुम्हारे स्वामी हैं, अपने मन की सिधाई से डरते और कांपते हुए जैसे मसीह की वैसे ही उनकी भी आज्ञा मानो। നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും അവർക്ക് കീഴടങ്ങിയിരിക്കേണ്ടത് ആ മനുഷ്യൻ, നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ, നിങ്ങളുടെ ഏറ്റവും മുകളിൽ പോസ്റ്റിൽ ഇരിക്കുന്ന ആ വ്യക്തി മാന്യനായത് കൊണ്ടല്ല നിങ്ങളെ അവിടെ ആക്കി വെച്ചത്.
കർത്താവാകിയാൽ, നിങ്ങൾക്കവിടെ സ്ഥാനം തന്നത് ദൈവത്തിന്റെ പദ്ധതിയാകിയാൽ, കർത്താവിനെന്ന പോലെ ആ മനുഷ്യനും കീഴടങ്ങിയിരിക്കേണ്ടത് ദൈവത്തിന്റെ കൽപ്പനയാണ്. കാരണം നമ്മുടെ ലക്ഷ്യം യേശുവാണ്. हालेलुया। आपके व्यवसाय के जगह में भी आपके ऊपर जो अधिकारी को परमेश्वर ने नियुक्त किया है, उसके लिए पूरी तरह से अधीन होकर या उसकी आज्ञा का मानना हमारे लिए परमेश्वर का ये व्यवस्था है। वो भी मसीह के लिए जैसे ही हमें उनकी आज्ञाओं को मानना है, क्योंकि आपके ऊपर उस व्यवस्था के, उस व्यवसाय के जगह पर भी उसको, उस व्यक्ति को अधिकारी होकर नियुक्त करना परमेश्वर ने किया है। और हमारा लक्ष्य यीशु मात्र होने के वजह से हमें मसीह के लिए वो बातों को करना है। അവിടെ താഴോട്ട് വായിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല. ഇന്നത്തെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മനുഷ്യരിൽ നിന്നും ബഹുമാനം കിട്ടുന്നതും അവിടുത്തെ ബോസിൽ നിന്നും ബഹുമാനം കിട്ടാൻ സാധ്യതയുള്ളത് അവരോട് കുറ്റം ചെന്ന് പറയുകയും അവരുടെ മുന്നിൽ വലിയ നല്ലവരാണെന്ന് കാണിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ലോകത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബഹുമാനം കിട്ടുന്നത്. അത് ലോക മനുഷ്യർക്ക് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. എന്നാൽ നമ്മളെ ദൈവം അവിടെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള ഈ വാക്യങ്ങളിലെ ചിന്തയാൽ ലോകത്തിന്റെ ശക്തിയേക്കാൾ ദൈവത്തിന് കീഴടങ്ങേണ്ടത് കൊണ്ട് അവർ അങ്ങനെ ചെയ്തോട്ടെ. നമുക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, അവർ വരുമ്പോഴോ അവർ കാണുമ്പോഴോ അല്ല നമ്മൾ വിശ്വസ്തരായിരിക്കേണ്ടത്. താഴോട്ട് പറയുന്നു, പ്രതിഫലം കർത്താവിൽ നിന്ന് വരുന്നത് കൊണ്ട് കർത്താവിനെന്ന പോലെ അവിടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ കൃപ തരട്ടെ. इस संसार में जिस तरह से हम देखते हैं कि आजकल इस संसार में हमें अपने अधिकारियों के पास जाके व्यवसाय की जगह पे दूसरों के बारे में चिपनी चुपड़ी बातें बोलकर, उनकी गलतियों को दिखाकर और हम उनके सामने अच्छा करके दिखा के इस तरह से उनके सामने ऐसा कार्य करने के लिए नहीं, लेकिन परमेश्वर का वचन हमें ये सिखाता है कि मनुष्यों को प्रसन्न करने वालों की नाई दिखाने के लिए सेवा न करें, लेकिन अपने जीवन में चाहे दूसरे लोग कुछ भी करें, हमें परमेश्वर के लिए ऐसा एक सोच के साथ, ऐसा परमेश्वर की आज्ञा के अनुसार हम परमेश्वर के लिए ऐसा पूरी तरह से हृदय के साथ हम सेवा करें। കൊലോസ്യ ലേഖനത്തിൽ ഈ കാര്യങ്ങൾ തന്നെ പൗലോസ് പറയുന്ന സ്ഥലത്ത് പറയുകയാണ്, തെറ്റു ചെയ്യുന്നവന് നിങ്ങളുടെ ജോലി മേഖലകളിൽ അങ്ങനെ മുഖസ്തുതി പറഞ്ഞും മനുഷ്യനെ പ്രസാദിപ്പിച്ചും കാര്യങ്ങൾ ചെയ്യുന്നവന് നന്നായിട്ട് നോക്കുവാൻ, അവനെ കാണുവാൻ, അല്ലെങ്കിൽ അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം അവന് വേണ്ടി ശിക്ഷിക്കുവാൻ ഒരുവൻ വരുന്നുണ്ട് രാജാവായി എന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവായും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ള ഏകചിന്തയോടുകൂടി നമ്മുടെ ജോലി സ്ഥലത്തായിരുന്നാൽ നമ്മുടെ ജോലി സ്ഥലം പോലും കർത്താവിന്റെ നാമത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന, ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുന്ന, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന നല്ല സ്ഥലങ്ങളായി തീരുവാൻ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉദ്ദേശമുണ്ട്. हालेलुया। कुलुसियों की पत्रिका में हम इस तरह से पढ़ते हैं कि ऐसे जो भी गलत बात आपके साथ आपके व्यवसाय के जगह पे कार्यालय में जो करते होंगे, ऐसे लोगों को न्याय करने के लिए एक दिन आ रहा है और न्याय करने वाला आ रहा है। लेकिन परमेश्वर का मर्जी हमारे बारे में यह है कि मसीह को ही केवल हमारे सामने रखते हुए, मसीह के लिए इस तरह से मनुष्यों के सामने प्रसन्न होने के लिए नहीं, लेकिन परमेश्वर हमें हमेशा देखता है, इसलिए हमेशा अपने कार्य में भी परमेश्वर के साथ वफादार होने से परमेश्वर उस कार्यस्थल में परमेश्वर का नाम हमारे वजह से ऊंचा होगा। കൊലോസ്യ ലേഖനം 3:24-25 ഞാൻ ഇപ്പോൾ പറഞ്ഞ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. പോകട്ടെ, നമുക്ക് മുന്നോട്ട് കടന്നുപോയാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഭാഗങ്ങളെല്ലാം കുടുംബ ബന്ധങ്ങളിലും ജോലിപരമായ കാര്യങ്ങളിലും നമുക്ക് ലക്ഷ്യം ക്രിസ്തുവിനെയാക്കുക എന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകും कोलोसे 3 अध्याय का 23-24 वचन में ये जो बात मैंने पहले कहा वो उसके बारे में उल्लेख किया हुआ है। अब तक हमने हमारे पारिवारिक जीवन में और हमारे व्यक्तिगत जीवन में और हमारे जो व्यवसाय के या कार्यस्थल के बारे में, ऐसे बातों के बारे में, हम उन जगहों में मसीह को किस तरह से हमें सामने रखकर जीना है उसके बारे में हमने देखा। ഇനി നമുക്ക് നോക്കാം, ലോകം നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, ലോകം നമുക്കെതിരായി പല്ലുകടിക്കുമ്പോൾ, ലോകം നമ്മളെ കല്ലെറിയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. अब हम इस बात पर ध्यान देंगे कि जब संसार हमारे ऊपर पत्थर फेंकता होगा, जब संसार हमें दोषी ठहराता होगा, जब संसार हमारे विरुद्ध अपने दांत पीसते होंगे, तब हमारा जीवन का लक्ष्य क्या होना चाहिए करके हम ध्यान दें।
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ അവസാനം സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മരണം, ഒരു 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 എന്താണ് പറയുന്നത്, രക്തസാക്ഷിത്വം കാണാൻ കഴിയുന്നുണ്ട്. അവിടെ യേശുവിന്റെ നാമത്തിനായി തന്റെ ജീവനെ കൊടുക്കുന്ന സ്തേഫാനോസിന്റെ കഥ പറയുന്ന ഭാഗം 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. प्रेरितों का काम 7वें अध्याय में हम यीशु मसीह के लिए शहीद होने वाला स्तेफानोस के बारे में हम पढ़ते हैं और उसके आखिरी वचन में हम ध्यान दें. അവിടെ 55-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധന നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. 54वें वचन में जब हम इस तरह से पढ़ते हैं, ये बातें सुनकर वे जल गए और उस पर दांत पीसने लगे, परंतु उसने पवित्र आत्मा से परिपूर्ण होकर स्वर्ग की ओर देखा और परमेश्वर की महिमा को और यीशु को परमेश्वर के दाहिने ओर खड़ा देखा. പല്ല് കടിക്കുന്നവരുടെ നടുവിലും നമ്മുടെ ലക്ഷ്യം യേശുവാണെങ്കിൽ ആ കഷ്ടത്തിന്റെ നടുവിലും നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള സത്യം. दांत पीसने वालों के बीच में भी जब आप खड़े हैं, तब अगर आपका लक्ष्य केवल यीशु मसीह है तो आपको पवित्र करने वाला, आपके जीवन को पवित्र करने वाला उस यीशु मसीह को उन दुख के परिस्थितियों में भी आप उसका दर्शन को पा सकते हो. നിങ്ങൾ എന്നെ കല്ലെറിയൂ, എനിക്കും കല്ലെറിയാൻ അറിയാമെന്നും, നിങ്ങൾ എനിക്കെതിരായി പല്ല് കടിക്കൂ, ഞാനും പല്ല് കടിക്കാൻ അറിയാമെന്നും പറയുന്നവർക്ക് യേശുവിനെ കാണാൻ കഴിയത്തില്ല. ലക്ഷ്യം നിങ്ങൾക്ക് ജീവിതത്തിന്റെ ദുഃഖകരമായ അവസ്ഥകളിലും യേശുവാണെങ്കിൽ ഉറപ്പാണ് സ്വർഗം തുറന്നിരിക്കുന്നത് നിങ്ങൾ കാണും. പിതാവിന്റെ വലത്തുഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് യേശു എഴുന്നേറ്റ് നിൽക്കുന്നത് കാണും. നിങ്ങൾക്ക് അപാരമായ ഒരു ക്ഷമ, നിങ്ങളുടെ യേശു ക്ഷമിച്ചതുപോലെ, യേശു ക്രൂശിൽ പറഞ്ഞതുപോലെ, ആമേൻ, വലിയ ആഴത്തിലുള്ള ഒരു ക്ഷമയുടെ, സ്നേഹത്തിന്റെ, സഹനത്തിന്റെ ക്രിസ്തു എന്ന ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായി കടന്നു വരുന്ന ഒരു ഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ലക്ഷ്യം ക്രിസ്തുവാണെങ്കിൽ आप मुझे पत्थर फेंकोगे तो मैं भी तुम्हें पत्थर फेंकना मुझे आता है, या मेरे विरुद्ध दांत पीसने से आपके विरुद्ध भी दांत पीसना मुझे आता है. इस तरह का एक प्रतिकरण हम ना करते हुए अगर हम सारे ऐसे जगह में भी मसीह के लिए करके हम मसीह की ओर देखते हुए हम अपने जीवन को समर्पण करेंगे तो हम भी स्तेफानोस के समान हमारे जीवन में उस सारे कष्टों के, क्लेशों के, प्रतिकूल परिस्थिति में हालेलुया परमेश्वर के दाहिने ओर खड़ा हुआ यीशु मसीह का दर्शन को आप प्राप्त कर सकते हैं. വേഗത്തിൽ പറയാം, ഭയത്തിലായിരിക്കുന്ന ശിഷ്യന്മാരെ പറ്റി യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു കർത്താവ് മരിച്ചുപോയി, ഇനി ഒരിക്കലും പ്രതീക്ഷയ്ക്ക് വകയില്ല. യേശു കർത്താവ് ഇനി ഒരുപക്ഷെ സ്വർഗത്തിലേക്കെങ്ങാനും കടന്നുപോയാൽ ഇനി ഞങ്ങളുടെ അവസ്ഥ എന്താകും? യേശുവിനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊന്നുകളയുമോ എന്ന് ഭയപ്പെട്ട് ശിഷ്യന്മാരെല്ലാവരും ഒരു മുറിക്കകത്ത് കയറി അടച്ചിരുന്നു കൊണ്ട് ഭയപരവശരായി സമാധാനം നഷ്ടപ്പെട്ടവരായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. हालेलुया. हमारे जीवन जब चेले लोग यीशु मसीह का क्रूस पर मृत्यु के बाद वो लोग जब डर के वजह से एक कमरे के अंदर अपने आप को बंद कर जब बैठे हुए थे, अब यीशु मसीह तो हमारा क्रूस पर चढ़ाया गया, उसकी मृत्यु हो गया, क्या अब यीशु मसीह स्वर्ग पर ले लिया जाएगा? इसके पश्चात हमारे जीवन में क्या होगा? ऐसे सारे हालेलुया चिंताओं के साथ व्याकुल होकर क्या ये लोग हमें भी जिस प्रकार यीशु मसीह को मार डाला इसी तरह से हमें भी मार डालेंगे? ऐसे सारे चिंताओं के साथ जो चेले लोग बैठे हुए थे, उनके पास भी यीशु मसीह प्रकट होकर कहते हैं कि तुम्हें शांति हो. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ ലക്ഷ്യം യേശുവാണെങ്കിൽ യേശു തന്നെയായിരിക്കും നമ്മുടെ മുന്നിലുള്ളതും. അവസാനം അവൻ മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കുവാനും സമാധാനം തരുവാനുള്ളത്. സത്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയട്ടെ. मैंने जो पहले भी आपसे कहा था उस बात पर एक और बार हम याद करेंगे कि मैंने जो कहा था कि आपके जीवन में हमेशा सदैव यीशु मसीह ही सामने हो. अगर ऐसा है तो यीशु मसीह ही हमारे जीवन के अंत में हम इस बात को समझ पाएंगे कि यीशु मसीह ही
एकमात्र सच्चाई है और जीवन के हर एक परिस्थिति में और मृत्यु में भी हमारे साथ रहने, हमें बचाने के लिए, हमें चलाने के लिए यीशु मसीह ही काफी है, केवल वही है। അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ സഭയിലെ ആളുകൾ തമ്മിൽ പക്ഷം പറഞ്ഞ് അടിയിടുന്ന സമയത്ത് 1-ാം അധ്യായത്തിന്റെ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്ന ഭാഗം അങ്ങനെയാണ്. ചിലർ പൗലോസിന്റെ പക്ഷക്കാരെന്നും ചിലർ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരെന്നും ചിലർ കേഫാവിന്റെ പക്ഷക്കാരെന്നും മാറ്റി മാറ്റി പറഞ്ഞ് അവിടെ വല്ലാതെ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് അവനാകിയാൽ നിങ്ങൾ ക്രിസ്തുവിനെ നോക്കിയാൽ മതി, ഇവരെ ആരെയും ഫോളോ ചെയ്യണ്ട. हालेलुया। जब पहले कुरिन्थी पहले अध्याय में जब हम कलीसिया में जो गड़बड़ी की आत्मा आ गई थी, गड़बड़ी हो रही थी, जो हालेलुया कई लोग पक्षपात करने लगे, कई लोग पौलुस का कई अपोलोस का इस प्रकार जब मतभेद हुआ, तब पौलुस यूं कहता है कि क्या मसीह बट गया है या पौलुस के नाम पर बपतिस्मा दिया। इन सारी बातों में पौलुस यूं कहता है कि जो बोता है या जो उपज लेता है, इन सबों को नहीं, केवल यीशु मसीह पर ही अपने ध्यान को लगाए रखें। നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നതും നിങ്ങൾക്കും വേണ്ടി രക്തമൂറ്റിയതും നിങ്ങൾക്കും വേണ്ടി എല്ലാമായി തീർന്നതും യേശു മാത്രമാണ്, മറ്റാരുമല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞു വെക്കുന്നതായി കാണുന്നുണ്ട്. वहां प्रेरित पौलुस यूं कहता है, तुम्हारे लिए जीवन देने वाला, तुम्हारे लिए आखिरी बूंद खून तक बहाने वाला और तुम्हारे लिए सब कुछ जो किया है वो केवल यीशु मसीह ही है। അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചേരമെന്നെണ്ണി. 3-ാം അധ്യായത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ലാഭമായ ഒത്തിരി ലിസ്റ്റുകൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയ സമയത്ത്, യേശു എന്റെ ലക്ഷ്യമായ സമയത്ത്, യേശുവിന്റെ പുറകെ ഓടാൻ തീരുമാനിച്ച് അവനെ ഫോളോ ചെയ്യാൻ അവൻ എന്റെ മുന്നിൽ വന്നു നിന്ന സമയത്ത് മുതൽ എനിക്ക് മനസ്സിലായി, എനിക്ക് ലാഭമായിരുന്നതൊന്നുമല്ലെന്നും യേശുവാണ് എനിക്കെല്ലാമെന്നും ബോധ്യമായപ്പോൾ ഞാൻ ലോകത്തിന് എനിക്ക് ഉയർച്ച പറയാനുള്ളതെല്ലാം ഛേദമെന്നെണ്ണി എന്റെ ലക്ഷ്യം യേശുവായി തീർന്നുവെന്ന് അവിടെ പറയുകയാണ്. फिलिपियों के 3 अध्याय में हम इस तरह से कहते हैं कि प्रेरित पौलुस यूं कहता है कि जब मैंने यीशु मसीह को पाया तो मेरे जो लाभ की बातें थी, जो मेरे लिए भलाई की बातें हो सकती थी, उन सबको कूड़ा कचरा समझकर, उन सबको हानि की बातें समझकर मैं उस सबको उठाकर फेंकते हुए यीशु मसीह के पीछे मैं हो लिया हूँ। നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും വേസ്റ്റ് എന്ന് കാണുവാൻ, അല്ലെങ്കിൽ അത് ചവറെന്നെണ്ണുവാൻ കഴിയുന്നില്ലായിരിക്കാം. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ക്രിസ്തുവിന്റെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവദാസൻ പലപ്പോഴും പറയുന്നത് പോലെ, ലോകത്തിലുള്ള നിക്ഷേപങ്ങളെക്കാൾ നിങ്ങൾ സ്വർഗത്തിലുള്ള നിക്ഷേപങ്ങൾ കൂട്ടണമെന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പലരുടെയും മുഖം കാണാൻ കഴിയാത്തത് കൊണ്ട് ദുഃഖകരമായ മുഖം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് കാണാൻ മേഹാലിൽ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ലോകത്തിന്റെ ഉയർച്ചയുടെ ഭാഗങ്ങൾ എല്ലാവർക്കും അതുപോലെ വിടാൻ പറ്റാത്തതിന്റെ കാരണം പൗലോസ് കണ്ടതുപോലെ നമ്മുടെ ലക്ഷ്യം ഇതുവരെ കർത്താവായി തീർന്നിട്ടില്ല എന്നുള്ള ദുഃഖകരമായ സത്യമാണ്. पिछले दिनों में परमेश्वर का दास जब हमें जिन बातों को हमें स्थिरता से पकड़ना है, संसार की बातों को हमें छोड़ना है, ये सारी बातें जब हम सीख रहे थे, तब बहुत सारे लोगों का जो दुखी हृदय मुंह को हम देख नहीं पाए होंगे। लेकिन एक बात को आप याद रखें कि अगर आप इस संसार की बातों को, इस संसार के नाशवान चीजों को आज भी आप बिल्कुल जकड़ के पकड़े हैं, आप छोड़ नहीं पाते हैं, तो ये बात को समझ लो कि आज भी यीशु मसीह को जिस तरह से पौलुस ने जो दर्शन देखा, जो महिमा का दर्शन देखा है, इस तरह से आपने आज तक भी यीशु मसीह का दर्शन को पाए नहीं है। അങ്ങനെ ഒരു ദർശനം പ്രാപിച്ച പൗലോസാണ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുണ്ട്. സഭ കൂടെയില്ല, ആരും കൂടെയില്ലെങ്കിലും പൗലോസിന്റെ ലക്ഷ്യം യേശു ആയതുകൊണ്ട് യേശു തന്നോടൊപ്പമുണ്ട്, അതുകൊണ്ട് തനിക്ക് ദുഃഖിക്കേണ്ടി വരുന്നില്ല. हालेलुया। ऐसा एक दर्शन, ऐसा महिमामय दर्शन को पाया हुआ प्रेरित पौलुस इसीलिए बंदी गृह में होने के बावजूद भी वो इस तरह से कहता है, जो मुझे सामर्थ देता है उसमें मैं सब कुछ कर सकता हूँ। उसके साथ कलीसिया नहीं होंगे, दूसरे चेले लोग नहीं होंगे, कोई भी साथ नहीं था, लेकिन उसका लक्ष्य केवल यीशु मसीह था और यीशु मसीह सदैव उसके साथ था। इसीलिए वो हर एक बात में आनंदित होता हुआ वो कहता है कि मैं सब कुछ कर सकता हूँ। ഞാൻ എൻ്റെ
മെസ്സേജിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വേഗത്തിൽ കടന്നു വരാം. നമുക്ക് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. സ്തോത്രം. ആമേൻ. വേഗത്തിൽ തന്നെ 2 തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഈ വേദഭാഗം ഈ വേദചിന്ത ബൈബിൾ ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം. 2 തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വേഗത്തിൽ നമുക്ക് കടന്നു വരാം. अब मैं अपने वचनों को संक्षिप्त में जल्दी से खत्म करना चाहता हूँ, समयानुसार अपने इस विचार को भी खत्म करना चाहता हूँ, इसीलिए हम जल्दी से अपने इस चिंता को खत्म कर संक्षिप्त में बताने के लिए 2 तिमोथियुस की पत्रिका में हम आएंगे. ശ്രദ്ധിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, നമ്മുടെ ലക്ഷ്യം യേശു മാത്രമാകണം. നമ്മുടെ നോട്ടം യേശു മാത്രമാകണം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയിൽ ദൈവം തന്നെ മനസ്സിലാക്കി തരുന്ന ഒരു സത്യമുണ്ട്. നമുക്ക് യേശു മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി തരും. अपने जीवन में इस बात को हमेशा याद रखें कि हमारे लिए हमारा लक्ष्य यीशु, केवल यीशु ही होना चाहिए. हमारे जीवन के हर एक परिस्थिति में यीशु ही केवल होना चाहिए और हमारे निगाहों को हमेशा यीशु मसीह पर ही लगाते रहना चाहिए. अगर इस तरह से हमारे जीवन को हम जीवन व्यतीत करेंगे तो हमारे जीवन में परमेश्वर इस बात को हमें समझा कर देगा कि आखिरी में भी यीशु ही हमारे लिए, केवल यीशु ही हमारे लिए काफी है. നമുക്ക് ഞാൻ ഒരു വട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുമായ ഭാഗമാണ് ചില ഭാഗങ്ങൾ. 2 തിമോത്തിയോസിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ഒരു ഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ അന്ത്യം എന്നെ വല്ലാതെ തൊട്ടിട്ടുള്ള ഒരു ലേഖനമാണ് തിമോത്തിയോസിന്റെ ലേഖനം. അവിടെ ഇങ്ങനെ കാണുന്നു. 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടു പൊയ്ക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. एक भक्त के जीवन का जो अंतिम दिनों के बारे में यहाँ हम पढ़ते हैं, मुझे बहुत चिंता में डाला हुआ, मैंने बहुत सोचा हुआ एक वचन है. वहां पे हम इस तरह से पढ़ते हैं 2 तिमोथियुस पहले अध्याय का 15वां वचन में, तू जानता है कि आसिया वाले सब मुझसे फिर गए हैं. 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. 4 अध्याय के 10वें वचन में हम इस प्रकार पढ़ते हैं, क्योंकि देमास ने इस संसार को प्रिय जानकर मुझे छोड़ दिया है और തെസ്സലോനിക്കെ को चला गया है. 4-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എരസ്തോസ് കൊരിന്തിൽ താമസിച്ച് ത്രോഫിമോസിനെ ഞാൻ മിലത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. 4 के 20वें वचन में हम इस तरह से पढ़ते हैं, इरस्तुस कोरिन्थुस में रह गया और त्रोफिमोस को मैंने मिलेतुस में बीमार छोड़ा है. ഈ പൗലോസിന്റെ അവസാന ഭാഗം ഈ 3 വാക്യത്തിൽ നിന്ന് ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ഒന്നാമത്, इन 3 वचनों में से प्रेरित पौलुस के जीवन के आखिरी समय के बारे में मैं आपसे बताना चाहता हूँ. सबसे पहले ആസ്യയിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും പൗലോസിനെ വിട്ടേച്ചു പോയി. കൂടെ പല ലേഖനങ്ങളിലും, ഫിലമോന്റെ ലേഖനത്തിലും കൊലോസിയ ലേഖനത്തിലും ദേമാസ് നിങ്ങൾക്ക് വന്ദനം ചെല്ലുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. ആ ദേമാസും പൗലോസിനെ വിട്ടേച്ച് കടന്നുപോയി. हालेलुया. जीवन के आखिरी क्षणों में जब हम देखते हैं आसिया वाले प्रेरित पौलुस को अकेले ही छोड़कर सब उससे फिर गए थे. और हालेलुया, फिलिमोन और कोलोसिया की पत्रिकाओं को जब लिख रहे थे उस समय उसके साथ जो देमास था, आज ऐसा वक्त आ गया है कि देमास भी संसार को प्रेम कर पौलुस को छोड़कर चले गए हैं. നമ്മളിപ്പോൾ വായിച്ച 20-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഒരു മനുഷ്യനെ പൗലോസ് രോഗിയായിട്ട് അവിടെ വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, പൗലോസിന്റെ റൂമാൽ കൊണ്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അവസാന ശുശ്രൂഷയുടെ കാലഘട്ടങ്ങൾ വന്നപ്പോൾ പൗലോസ് തീർച്ചയായും ആ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിച്ചു കാണും. തന്റെ രോഗശാന്തി വര ശുശ്രൂഷ പോലും നടക്കുന്നില്ല എന്ന് ലോകത്തിനും തനിക്കും ബോധ്യമായ, രോഗശാന്തിക്കും അപ്പുറത്ത് തന്റെ ശുശ്രൂഷ ക്രിസ്തുവിനോളം വളർന്നു കഴിഞ്ഞപ്പോൾ, അതിനേക്കാൾ അപ്പുറത്തേക്ക് താൻ ആത്മീകമായി വളർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ രോഗശാന്തി ശുശ്രൂഷയൊന്നുമല്ല തന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഒരു ലോകപരമായി നോക്കിയാൽ ശുശ്രൂഷ മങ്ങിപ്പോയതുപോലെ, ശുശ്രൂഷയിൽ വിജയങ്ങൾ ഇല്ലാതായി തീർന്നതുപോലെ, കൂട്ടു സഹോദരന്മാർ തന്നെ ഒറ്റപ്പെടുത്തിയതുപോലെ, താൻ നേടിയ സഭകൾ തന്നെ കളഞ്ഞതുപോലെ തികച്ചും അനാഥത്വത്തിലേക്ക് ആയിപ്പോയ പൗലോസ്.
पौलुस के इस आखिरी क्षणों में जब 20वें वचन में हम इस तरह से पढ़ते हैं कि मिलेतुस में त्रुफिमुस को मैंने बीमार छोड़कर आया है। एक समय में सेवकाई में पौलुस के रुमाल से भी कितने लोग चंगाई हो गए थे, लेकिन शायद इस समय पौलुस का जीवन मस्ती में इतना तक बढ़ गया था कि उसके हालेलुया इस संसार के जो सेवकाइयों को देख रहे थे या उसका जो चंगाई करने का जो सेवकाई वगैरह, ये सारी बातें अब उससे ज्यादा वो मसीह के साथ लगा हुआ था। आज संसार जब देखते हैं तो कलीसियाओं ने उसे शायद छोड़ दिया, अकेलापन आ गया उसको, हालेलुया एक अनाथ के समान उसके कुछ सेवा जो था वो भी आज वो नहीं कर रहा है। इस तरह से अकेला अनाथ एक हालात में पौलुस दिखाई देता है। ജീവിതത്തിൽ ഞാൻ പലപ്പോഴും കണ്ണുനീരോടെ വായിക്കുന്ന ഒരു വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എഫെസോസ് സഭയിൽ നിന്നും പൗലോസിന് കൊടുക്കുന്ന ഒരു സെൻഡ് ഓഫ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അത് വായിക്കുന്നില്ല, സമയത്ത് തന്നെ 12:30 തന്നെ നിർത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത് ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, പൗലോസിന്റെ മുഖം പിന്നീട് അവർ കാണത്തില്ല എന്ന് പറയുമ്പോൾ അവരെല്ലാവരും കരഞ്ഞു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഈ ഭാഗവും ആ ഭാഗവുമായി ചേർത്ത് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, കരഞ്ഞ മനുഷ്യർ വിശ്വാസികളെല്ലാം എവിടെ പോയി? प्रेरितों के पत्रिका में, प्रेरितों के किताब में जब हम पौलुस के बारे में जब हम पढ़ते हैं, इफिसुस की कलीसिया जब हालेलुया अब मेरा मुंह को आप नहीं देखेंगे करके जब पौलुस कहता है, वो ये लोग ये बात को जब जानते हैं कलीसिया, तभी हालेलुया किस तरह से फूट कर रहे थे। लेकिन उसी बात को जब आप दूसरे तीमुथियुस 4 अध्याय में जब हम पौलुस के जीवन के अंत के बारे में जब हम सोचते वक्त, वो रोने वाले, वो कलीसिया में हमें प्रेम करने वाले सब कहाँ चले गए? കൂടെ നിന്ന് കരയുവാൻ ഉണ്ടായിരുന്നവരും ഒരു കാലത്ത് കർത്താവിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷിക്കുന്ന നമ്മൾ സഹായിച്ചവരോ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചവരോ ഒക്കെ മറന്നു പോകുന്ന കാലഘട്ടമുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ കൂടെ നടന്ന ശുശ്രൂഷകന്മാർ ബന്ധനത്തിൽ നിന്ദിച്ചതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ ബന്ധനസ്ഥനായി ജയിലിലായിരുന്നപ്പോൾ നമ്മൾ ഇന്ന് പൗലോസിനെ ബഹുമാനിക്കുന്നെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ യേശുവിന് കിട്ടിയതുപോലെ ആമേൻ അപമാനം മാത്രം സഹിക്കേണ്ടി വന്ന ഒരു ഭക്തനായ മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ലോകത്തിലുള്ള എല്ലാവരും തന്നെ കൈവിട്ടു എന്ന് താൻ തന്നെ പറയുന്നുണ്ട്. हालेलुया, जो कलीसियाओं को परमेश्वर का दास पौलुस ने जब हालेलुया प्रेरित पौलुस ने स्थापना किया था, जो लोगों को परमेश्वर के ओर उसने लाए थे, एक समय वो लोग सब उसको बहुत आदर करके उसके लिए रोते हुए उसकी सेवा किए होंगे। ऐसे सारे लोग भी और जितने लोग उसके सहकर्मी थे, जो हालेलुया कितने सारे चेले जो उसके साथ थे, ये लोग सभी भी जब उसको छोड़कर चले गए। यीशु मसीह प्रेरित पौलुस के जीवन का जब जीवन चरित्र को देखते हैं तो यीशु मसीह को जिस तरह से संसार ने ठुकराया, जिस तरह से संसार ने उसे हालेलुया इनकार किया, ठीक उसी प्रकार पौलुस को भी उसके जीवन के समय, सेवकाई के समय अपमान, निंदा और ऐसे ठुकराना ही मिला है। उसका जीवन ईश्वर आज के दिन में हम उसको आदर करते हैं, लेकिन प्रेरित के जीवन के यात्रा के समय ऐसा नहीं था। അവിടെ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എന്റെ ഒന്നാം പ്രതിവാരത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. എന്നിട്ട് അടുത്ത വാക്യം ഞാൻ എപ്പോഴും പ്രസംഗങ്ങളിൽ പറയുന്ന വാക്കുമാണ്, കർത്താവ് എനിക്ക് തുണ നിന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. वहां 16 और 17 वचन में हम इस तरह से पढ़ते हैं, मेरे पहले प्रत्युत्तर करने के समय में किसी ने भी मेरा साथ नहीं दिया, परंतु सब ने मुझे छोड़ दिया था। लेकिन प्रेरित यूं कहता है, भला हो कि इस पर उनको लेखा देना न पड़े। लेकिन 17 वचन में इस तरह से हम पढ़ते हैं, परंतु प्रभु मेरा सहायक रहा। ലക്ഷ്യം പൗലോസിന് യേശുവായിരുന്നു, യേശു പൗലോസിനെ കൈവിട്ടതുമില്ല. हालेलुया, पौलुस का लक्ष्य एकमात्र केवल यीशु मसीह था, और ये बात को आप देख लीजिए कि यीशु ने कभी भी पौलुस का हाथ नहीं छोड़ा। ലൂക്കോസ് അവിടെ ഉണ്ട്, മർക്കോസ് സഹായിക്കാൻ വരുന്നുണ്ട്, മകനായ തിമോത്തിയോസും ഉണ്ട്. എന്നാൽ മനുഷ്യർ എത്ര വലിയ സ്നേഹം സ്നേഹിച്ചാലും, സ്നേഹിക്കുന്ന 10 മക്കളെക്കാൾ സ്നേഹിക്കുന്ന ഭർത്താവ് ഉണ്ടായാലും, ഒത്തിരി കരുതുന്ന ഭാര്യ ഉണ്ടായാലും, ലോകത്തിലെ വലിയ ആഴമുള്ള ബന്ധങ്ങളിലുള്ള മാതാപിതാക്കൾ ഉണ്ടായിരുന്നാലും സഹോദരങ്ങൾ ഉണ്ടായിരുന്നാലും, ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളിൽ നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ദൈവവചനം പറഞ്ഞതുപോലെ हमें उधर पौलुस को प्रेम करने वाला
पतरस था, मार्कस था, तीमुथियुस था, सब मार्कस और तीमुथियुस थे। लेकिन हालेलुया ये लोग सभी लोग भी उसके जीवन के उस आखिरी क्षणों में उसके साथ नहीं रह पाए। हालेलुया इसी तरह हमारे जीवन में भी हमें हालेलुया हमने जो हमें बहुत प्रेम करने वाले, एक समय बहुत प्रेम करने वाले लोग हो सकते हैं जो हालेलुया, और हमें हमारे माता पिता, भाई बहन, बच्चे, ऐसे बहुत सारे रिश्ता हो सकता है जो हमें प्रेम किया है, या हमसे ये लोग हमारे जीवन की आखिरी घड़ी में हमारा सदैव साथ देना जरूरी नहीं है। സ്നേഹത്തിന്റെ ആഴങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യേശു മാത്രം എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ലക്ഷ്യം യേശുവായ ഒരു മനുഷ്യൻ അവസാനം പറയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: യേശു മാത്രമേ നമ്മുടെ കൂടെ അവസാനം കാണത്തുള്ളൂ, യേശു മാത്രമേ നമുക്ക് വേണ്ടി ഉള്ളൂ, യേശു മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം ജീവിതത്തിന്റെ ആത്മീക യാത്രയുടെ പക്വതകളിൽ നമുക്ക് വരുന്ന യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മൾ ആരോടും പരിതാപകരം പറയത്തില്ല, ആർക്കുമെതിരായി കുറ്റം പറയത്തില്ല, ആരെയും മാറ്റി നിർത്തത്തില്ല. നമുക്ക് കൊള്ളത്തില്ലെന്ന് തോന്നിയ മർക്കോസിനെയൊക്കെ വിളിക്കാൻ തോന്നും. നമുക്ക് ആരോടും കുറ്റം പറയാനില്ല, നമുക്കാരോടും ദുഃഖം പറയാനില്ല. കാരണം മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, നമുക്ക് ജീവിച്ചാലും യേശു, മരിച്ചാലും യേശു. ഇതാണ് ആത്മീക പക്വതയിൽ ഒരു ഭക്തന് മനസ്സിലാക്കി കൊടുക്കുന്ന ദൈവിക യാഥാർത്ഥ്യം. हालेलुया हमारे जीवन में हमें बहुत प्रेम करने वाले बहुत सारे रिश्ते और सब कुछ हो सकता है, लेकिन हालेलुया जीवन के अंत में या जीवन के कई परिस्थितियों में ऐसा हो सकता है कि वो लोग हमारा साथ ना निभा पाए। हालेलुया परिस्थितिवश भी वो लोग शायद हमारा साथ नहीं निभा सकते हैं, लेकिन एक बात को हम ये याद रखें, सदैव ध्यान करें कि अगर हम यीशु मसीह हमारा लक्ष्य रहा है तो हमारे जीवन के हर एक परिस्थिति में, हर एक जगह में, हर एक मोड़ में हमारे साथ हमेशा हमारा सहायक होकर रहने वाला यीशु मसीह हमेशा हमेशा साथ है। തുപ്പലേൽപ്പിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ഫോളോ ചെയ്യുന്നത് യേശുവിനെ മാത്രമാണ്. അടികൊള്ളുന്ന സമയത്ത് നമുക്ക് ഫോളോ ചെയ്യുവാനുള്ളത് യേശുവിനെയാണ്. കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ഫോളോ ചെയ്യാനുള്ളത് യേശുവിനെയാണ്. ചെയ്യാത്ത തെറ്റിന് അടിയേൽപ്പിക്കപ്പെടുമ്പോഴും നാണം കെടുമ്പോഴും മിണ്ടാതിരുന്ന യേശുവിനെയാണ് നമുക്ക് ഫോളോ ചെയ്യുവാനുള്ളത്. ക്രൂശ് പോലുള്ള കഷ്ടങ്ങളിലേക്ക്, ലോകം നമ്മളെ ശപിക്കപ്പെട്ട ജീവിത അനുഭവങ്ങളിലേക്ക് കടത്തിവിടുമ്പോഴും നമുക്ക് കാണാനുള്ളത് അവൻ യേശുവിനെ മാത്രമാണ്. അത് മനസ്സിലാക്കിയാണ് ഒരിക്കൽ അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞത്: ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമം മാത്രം. हमारे ऊपर हालेलुया हमारे मुंह पे जब हम थूका जाएंगे, जब हमारे हालेलुया हमें अपमानित किया जाएगा, आपने जो गलती नहीं किया, ऐसे बातें, झूठी बातें गढ़कर जब आपके खिलाफ भी लोग बोलेंगे या आपको उसके वजह से दुख सहना पड़ेगा, तभी भी हालेलुया एक बात केवल यही सच्चाई परमेश्वर हमें सिखाना चाहता है कि हमारे साथ हालेलुया इन सारे परिस्थितियों में हमें पीछा करने के लिए एकमात्र यीशु हमारे आगे गया है। हम यीशु मसीह का हालेलुया पीछे हो सकते हैं, और ये सारे अनुभवों में से यीशु मसीह गया है, इसलिए यीशु मसीह का पीछा करने से सदैव हमारे साथ अंत तक वफादारी के साथ रहने वाला सहायक भी यीशु केवल है। ലക്ഷ്യം യേശുവായി തീരട്ടെ, നോട്ടം യേശുവായി തീരട്ടെ, എത്തപ്പെടേണ്ടതും യേശുവിന്റെ സന്നിധിയിലാകട്ടെ. അവസാനം മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, അവൻ മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ എന്നും. हालेलुया हमारे लक्ष्य केवल यीशु हो जाए, हम हमेशा उसी के साथ चले, उसी के पास हालेलुया पास जाने के लिए हमारा लक्ष्य हो जाए। ऐसा है तो एक दिन हम ये समझ पाएंगे कि हमारे साथ सदैव रहने वाला भी केवल यीशु है। കല്ലറയ്ക്കപ്പുറത്ത് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മളുടെ പാപങ്ങളും നമ്മുടെ തെറ്റുകളും നമ്മുടെ മുന്നിൽ എടുത്തു കാണിക്കുമ്പോൾ നരകത്തിലേക്ക് മാത്രമേ പോകാൻ സാധ്യതയുള്ളൂ എന്ന് സിംഹാസനത്തിന് ആജ്ഞ വരാൻ സാധ്യതയുള്ളതുപോലെ നമ്മൾ നാണം കെട്ടവിടെ നിൽക്കുമ്പോഴും നമ്മുടെ കരത്തിൽ പിടിച്ച് സ്വർഗത്തിന്റെ മഹോന്നതകളെ കടത്തിവിടുന്നതും ആ യേശു തന്നെയായിരിക്കും. അവിടെ അവൻ മാത്രമേ നമുക്കുള്ളൂ. हालेलुया हमारे मृत्यु के बाद जब हम हालेलुया कब्र के उस पार होकर हालेलुया उस न्यायासन के सामने भी जब हम खड़े रहेंगे, जब हालेलुया उस न्यायासन से जब हालेलुया जब हमारे सारे पाप का हालेलुया जब लिस्ट पढ़ा जाएगा, और अगर हालेलुया उस समय भी हम एक बात को हम समझ पाएंगे कि हमारे हाथ को थाम कर हालेलुया हमें हालेलुया स्वर्गीय स्थानों में बिठाने के लिए
ही है। ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. അവനെ നോക്കുക, അവനെ മാത്രം ആശ്രയിക്കുക, അവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക. അവൻ നമ്മളെ ഒരിക്കലും അനാഥനായി വിടത്തില്ല. ആ യേശു എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രിയ ദൈവദാസി ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹാർഡായ എല്ലാ സാഹചര്യങ്ങളെയും മനോഹരമായി കൈകാര്യം ചെയ്യുവാൻ പരിശുദ്ധന്മാർ അഭിഷേകം ചെയ്തു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലീഡ് ചെയ്യുന്ന പ്രിയ അങ്കിളിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളോട് ഒരുമിച്ച് ഞാൻ ഈ പ്രസംഗിച്ച യേശു കർത്താവുണ്ട്. അവൻ ഒരിക്കലും നമ്മളെ കൈവിടുന്നില്ല. മരണത്തിനപ്പുറത്തും മരണത്തിനിപ്പുറത്തും അവൻ മാത്രം. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി, മരിക്കുന്നത് ലാഭമെന്ന് പറയുവാൻ കർത്താവ് നമുക്കും ഇടയാക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടിയും ദൈവസന്നിധിയിൽ വചനങ്ങളിൽ നിന്നും ആമേൻ ചിന്തകളിൽ നിന്ന് അവസാനിപ്പിക്കുന്നു. ഞാൻ തുടർന്ന് ഇപ്പോൾ തന്നെ ലെഫ്റ്റ് ആകും. നിങ്ങൾ തെറ്റായി ചിന്തിക്കരുത്. എനിക്ക് മറ്റൊരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്കായി കടന്നു പോകണം. അതുകൊണ്ട് ലെഫ്റ്റ് ആകുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും സഭയോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ്.